നമസ്കാരം. പ്രധാന വാർത്തകൾ. നവീൻ ബാബുവിന്റെ മരണം. CBI അന്വേഷണത്തിൽ നിർണായക തീരുമാനം ഇന്ന്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസ് ഡയറി ഹാജരാക്കാനും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും CBI അന്വേഷണം ആവശ്യമില്ലെന്നും സംസ്ഥാന സർക്കാർ അറിയിക്കും. കൊലപാതകമെന്ന കുടുംബത്തിന്റെ സംശയം കൂടി പരിശോധിക്കാമെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. ചരക്കു വാഹനത്തിൽ ടേപ്പ് ചുറ്റിയ 42 പൊതികൾ തുറന്നപ്പോൾ കണ്ടെത്തിയത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന കഞ്ചാവ്. ചരക്കു വാഹനത്തിൽ കടത്തുകയായിരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന 80 കിലോ കഞ്ചാവ് വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. സംഭവത്തിൽ 3 തമിഴ്നാട് സ്വദേശികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 2 പേർ പോലീസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. ധർമ്മപുരി സ്വദേശികളായ പൂവരശ്, മണി, ദിവിത്ത് എന്നിവരാണ് പിടിയിലായത്. കുണ്ടൂർ ചുങ്കം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം അർദ്ധരാത്രിയോടെയാണ് സംഭവം. 42 പൊതികളിലായി ടേപ്പ് ചുറ്റി ഒട്ടിച്ച നിലയിലാണ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. ഒഡീഷയിൽ നിന്നുമാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സൂചന. പമ്പ മുതൽ സന്നിധാനം വരെ അതീവ ജാഗ്രത. കനത്ത സുരക്ഷയിൽ ശബരിമല. ശബരിമലയിൽ ഇന്ന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി പോലീസ്. പമ്പ മുതൽ സന്നിധാനം വരെ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബൈനോക്കുലർ മോണിറ്ററിംഗിന് പുറമെ 17 അംഗ കമാൻഡോ ടീമിന്റെ നിയന്ത്രണത്തിലാകും സന്നിധാനവും പരിസരവും. സോപാനത്ത് കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ സുരക്ഷയ്ക്കായി വിന്യസിച്ചു. ഡിസംബർ 6 മുൻനിർത്തിയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ. പോലീസുകാരുടെ ഡ്യൂട്ടി സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. നിലവിൽ 900 പോലീസുകാരാണ് ഡ്യൂട്ടിയിലുള്ളത്. പമ്പ മുതൽ സന്നിധാനം വരെ വിവിധ സ്ഥലങ്ങളിലായി ബോംബ് സ്ക്വാഡിന്റെയും ഫയർഫോഴ്സിന്റെയും പ്രത്യേക പരിശോധനയും ഉണ്ടാകും. ശബരിമലയിലെ ജീവനക്കാരോട് തിരിച്ചറിയൽ രേഖകൾ കർശനമായി ധരിക്കണമെന്ന് നിർദ്ദേശം നൽകി. സന്നിധാനം മുതൽ മാളികപ്പുറം വരെ ഭക്തർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിവിധ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ സന്നിധാനത്തും പരിസര പ്രദേശത്തും റൂട്ട് മാർച്ച് നടത്തി. ഇതിനു പുറമെ ഡ്രോൺ പരിശോധനയും നടക്കും. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ലൂഷ്യസ് ജെർമിയസ് ആണ് മരിച്ചത്. കുണ്ടറ പടപ്പക്കരയിലെ വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2023 സെപ്റ്റംബർ മുതൽ അദ്ദേഹം സസ്പെൻഷനിലാണ്. ഭാര്യയെ ആക്രമിച്ചതിന് കേസെടുത്തതിനെ തുടർന്നാണ് സസ്പെൻഷൻ ആയതെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വളവ് തിരികെ ബസ്സിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണു. സ്ത്രീക്ക് ഗുരുതര പരിക്ക്. തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ്സിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണുണ്ടായ അപകടത്തിൽ സ്ത്രീക്ക് പരിക്ക്. പാലോട് സ്വദേശി ശൈലജയ്ക്കാണ് പരിക്കേറ്റത്. കല്ലറ മരുതുമൺ ജംഗ്ഷനിലാണ് സംഭവം. സ്വകാര്യ ബസ്സിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ ശൈലജയുടെ താടിയെല്ല് പൊട്ടി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്.